ശാന്തി 16-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പാവനമാകുന്നതിൻ്റെ പഠനം എല്ലാ പഠനങ്ങളെക്കാൾ സഹജമാണ്. ഇത് കുട്ടികൾ, യുവാക്കൾ, വൃദ്ധർ എല്ലാവർക്കും പഠിക്കുവാൻ സാധിക്കും. കേവലം 84 ജന്മങ്ങളെ അറിയണം. ചോദ്യം: ഓരോ ചെറിയവരും വലിയവരുമായവർ ഏതൊരു പ്രാക്ടീസ് തീർച്ചയായും ചെയ്യേണ്ടത് ആവശ്യമാണ്? ഉത്തരം: ഓരോരുത്തരും മുരളി കേൾപ്പിക്കുന്നതിൻ്റെ പ്രാക്ടീസ് തീർച്ചയായും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങൾ മുരളീധരൻ്റെ കുട്ടികളാണ്. അഥവാ മുരളി കേൾപ്പിക്കുന്നില്ലെങ്കിൽ ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. ആരെയെങ്കിലും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വായ് തുറക്കും. നിങ്ങൾ ഓരോരുത്തർക്കും ബാബയ്ക്ക് സമാനം ടീച്ചർ തീർച്ചയായും ആകേണ്ടതുണ്ട്. എന്ത് പഠിക്കുന്നുവോ അത് പഠിപ്പിക്കണം. ചെറിയ കുട്ടികൾക്കും ഈ പഠനം പഠിക്കുവാനുള്ള അവകാശമുണ്ട്. അവരും പരിധിയില്ലാത്ത ബാബയുടെ സമ്പത്ത് നേടുന്നതിൻ്റെ അധികാരികളാണ്. ഓം ശാന്തി. ഇപ്പോൾ ശിവ് ബാബയുടെ ജയന്തി വരുന്നു. അതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കണം? ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. അതേപോലെ നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കണം എന്നല്ല. ശിവ് ബാബ നിങ്ങളെ പഠിപ്പിച്ചു. ഈ ശരീരത്തിലൂടെയാണ് പഠിപ്പിച്ചത് എന്നത് അറിയുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ശിവ് ബാബയുടെ ജയന്തി ആഘോഷിക്കുന്നു. നമ്മൾ പേരും ശിവൻ്റേതാണ് പറയുന്നത്. ആ ഒന്ന് നിരാകാരൻ തന്നെയാണ്. ആ ഒന്നിനെ ശിവൻ എന്ന് പറയുന്നു. അവർ പറയുന്നു, ശിവൻ ജനന മരണ രഹിതനാണ്. ആ ഒന്നിൻ്റെ ജയന്തി പിന്നെ എങ്ങനെ ഉണ്ടാകും? എങ്ങനെയാണ് നമ്പർ അനുസരിച്ച് ആഘോഷിച്ചു വരുന്നത് എന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ആഘോഷിച്ചുകൊണ്ട് തന്നെയിരിക്കും. അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ബാബ വന്ന് ഈ ശരീരത്തിൻ്റെ ആധാരമെടുക്കുന്നു. വായ് തീർച്ചയായും വേണം. അതിനാൽ ഗൗമുഖത്തിന് തന്നെയാണ് മഹിമയുള്ളത്. ഈ രഹസ്യം അല്പം സങ്കീർണമാണ്. ശിവ് ബാബയുടെ ഓക്കുപ്പേഷൻ മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമ്മുടെ പരിധിയില്ലാത്ത പിതാവ് വന്നിരിക്കുകയാണ്. ആ ഒന്നിൽ നിന്ന് തന്നെയാണ് നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നത്. തീർച്ചയായും ഭാരതത്തിന് പരിധിയില്ലാത്ത സമ്പത്തുണ്ടായിരുന്നു. മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ഭാരതത്തെ തന്നെയാണ് സത്യഖണ്ഡം എന്ന് പറയുന്നത്. ബാബയെയും ട്രൂത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ചിലർക്ക് വേഗം മനസ്സിലാകുന്നില്ല. ചിലർ ഉടൻ മനസ്സിലാക്കുന്നു. ഈ യോഗവും എഡ്യൂക്കേഷൻ അഥവാ പഠനവും രണ്ടും വഴുതിപ്പോകുന്ന വസ്തുക്കളാണ്. അതിലും യോഗം കൂടുതൽ വഴുതിപ്പോകുന്നു. നോളജ് ആണെങ്കിൽ ബുദ്ധിയിൽ നിലനിൽക്കുന്നു. പിന്നെ ഓർമ്മ തന്നെയാണ് അടിക്കടി മറക്കുന്നത്. നോളജ് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ എങ്ങനെയാണ് 84 ജന്മം എടുക്കുന്നത്? ആർക്ക് ഈ നോളജ് ഉണ്ടോ അവർക്ക് തന്നെയാണ് ബുദ്ധിയുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണോ ആദ്യമുള്ള നമ്പറിൽ വരുന്നത് അവർ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ആദ്യം ഉയർന്നതിലും ഉയർന്ന ലക്ഷ്മി നാരായണനെ പറയും. നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ കഥയും പ്രസിദ്ധമാണ്. പൗർണമിക്ക് ധാരാളം സ്ഥലങ്ങളിൽ സത്യനാരായണൻ്റെ കഥ നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ യഥാർത്ഥത്തിൽ ബാബയിലൂടെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ പഠനം പഠിക്കുന്നു. ഇതാണ് പാവനം ആകുന്നതിൻ്റെ പഠനം. പിന്നെ മറ്റെല്ലാ പഠനങ്ങളെക്കാൾ തീർത്തും സഹജവുമാണ്. 84 ജന്മങ്ങളുടെ ചക്രത്തെ അറിയണം. പിന്നെ ഈ പഠനം എല്ലാവർക്കും വേണ്ടി ഒന്ന് തന്നെയാണ്. വൃദ്ധർ, കുട്ടികൾ, യുവാക്കൾ
ആര് തന്നെ ആയിരുന്നാലും എല്ലാവർക്കും വേണ്ടി ഒരേ ഒരു പഠനമാണ്. ചെറിയ കുട്ടികൾക്കും അവകാശമുണ്ട്. മാതാപിതാക്കൾ ഇവർക്ക് അല്പാൽപ്പം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം വളരെയധികം കിടക്കുകയാണ്. കുട്ടികളെയും ഇത് പഠിപ്പിക്കുന്നു. ശിവ് ബാബയെ ഓർമ്മിക്കൂ. ആത്മാവും ശരീരവും രണ്ടിൻ്റെയും പിതാവ് വേറെ വേറെയാണ്. ആത്മാവാകുന്ന കുട്ടിയും നിരാകാരിയാണ്. അപ്പോൾ പിതാവും നിരാകാരിയാണ്. ഇതും കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആ നിരാകാരനായ ശിവ് ബാബ നമ്മുടെ പിതാവാണ്. എത്ര ചെറുതാണ്! ഇത് നല്ല രീതിയിൽ ഓർമ്മ വയ്ക്കേണ്ടതുണ്ട്. മറക്കുവാൻ പാടില്ല. നമ്മൾ ആത്മാക്കളും ബിന്ദുവിന് സമാനം ചെറുതാണ്. മുകളിൽ പോവുകയാണെങ്കിൽ വലുതായി കാണപ്പെടുകയോ താഴെ ചെറുതായി മാറുകയോ ഒന്നുമില്ല. അങ്ങനെയല്ല, അത് ബിന്ദുവാണ്. മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പോലും കഴിയില്ല. ബിന്ദുവാണല്ലോ. ബിന്ദു എങ്ങനെയാണ് കാണപ്പെടുക? ഈ കാര്യങ്ങളുടെ മേൽ കുട്ടികൾ നല്ല രീതിയിൽ ചിന്തിക്കുകയും വേണം. നമ്മൾ ആത്മാക്കൾ മുകളിൽ നിന്നും വന്നിരിക്കുന്നു, ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നതിനായി. ആത്മാവ് ചെറുതോ വലുതോ ആകുന്നില്ല. ഓർഗൻസ് ആദ്യം ചെറുതാണ്, പിന്നീട് വലുതാകുന്നു. ഇപ്പോൾ ഏതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയോ അതേപോലെ പിന്നെ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമ്പർ വൈസ് ആണ് എന്നത് തീർച്ചയാണ്. ആര് എത്ര പഠിച്ചുവോ അത്ര തന്നെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും പഠിപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചറും തീർച്ചയായും ആകണം. ബാബയിൽ നോളജുണ്ട്. ആ ഒന്ന് ഇത്രയും ചെറിയൊരു പരമാത്മാവാണ്. സദാ പരംധാമത്തിൽ വസിക്കുന്നു. ഇവിടെ ഒരേ ഒരു തവണ സംഗമത്തിൽ വരുന്നു. ബാബയെ വിളിക്കുന്നതും വളരെയധികം ദുഃഖിതരാകുമ്പോഴാണ്. വന്ന് നമ്മളെ സുഖിയാക്കൂ എന്ന് പറയുന്നു. കുട്ടികൾ ഇപ്പോൾ അറിയുന്നുണ്ട്. നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാബ വന്ന് നമ്മളെ പതീത ലോകത്തിൽ നിന്നും പുതിയ സത്യയുഗി സുഖി പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. അഥവാ അവിടെ പോകാനുള്ള വഴി പറഞ്ഞു തരൂ. അതും സ്വയം വരുമ്പോഴാണ് വഴി പറഞ്ഞു തരുന്നത്. ലോകം മാറേണ്ടതുള്ളപ്പോഴാണ് ആ ഒന്ന് വരുന്നത്. ഇത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. നോട്ട് ചെയ്യണം. ബാബ ഇന്ന് ഇത് മനസ്സിലാക്കിച്ചു തന്നു. നമ്മളും ഇങ്ങനെ മനസ്സിലാക്കിക്കുന്നു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വായി തുറക്കും. നിങ്ങൾ മുരളീധരൻ്റെ കുട്ടികളാണ്. നിങ്ങൾ തീർച്ചയായും മുരളീധരൻ ആകണം. എപ്പോഴാണോ മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്നത് അപ്പോൾ പുതിയ ലോകത്തിൽ ഉയർന്ന പദവി നേടും. ആ പഠനമാണെങ്കിൽ ഇവിടത്തേക്ക് വേണ്ടിയാണ്. ഇത് ഭാവിയിലെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. അവിടെയാണെങ്കിൽ സദാ സുഖം തന്നെ സുഖമാണ്. അവിടെ ശല്യം ചെയ്യുന്ന 5 വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതേയില്ല. ഇവിടെ രാവണ രാജ്യത്തിൽ, അതായത് അന്യരാജ്യത്തിലാണ് നമ്മൾ. നമ്മൾ തന്നെയാണ് ആദ്യം നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ പുതിയ ലോകം എന്ന് പറയും. പിന്നെ ഭാരതത്തെ തന്നെ പഴയ ലോകം എന്ന് പറയുന്നു. പുതിയ ലോകത്തിൽ ഭാരതം എന്ന മഹിമയുമുണ്ട്. പുതിയ ലോകത്തിൽ ഇസ്ലാമി ബൗദ്ധർ എന്ന് പറയുകയില്ല. ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ബാബ വന്ന് കുട്ടികളായ നമ്മളെ ഉണർത്തുന്നു. ഡ്രാമയിൽ പാർട്ട് തന്നെ ആ ഒന്നിൻ്റേത് ഇങ്ങനെയാണ്. ഭാരതത്തെ തന്നെയാണ് വന്ന് സ്വർഗമാക്കുന്നത്. ഭാരതം തന്നെയാണ് ആദ്യത്തെ ദേശം. ഭാരതമാകുന്ന ആദ്യത്തെ ദേശത്തെ തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ ആയുസ്സും ലിമിറ്റഡ് ആണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആകുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഒരു കാര്യവും സ്മൃതിയിൽ വരിക സാധ്യമേ അല്ല. പുതിയ ഭാരതം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ ഭാരതം എന്ന് തന്നെയാണ് പറയുക. ഭാരതം തന്നെയാണ് പുതിയ ലോകം ആകുന്നത്.
നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പുതിയ ലോകത്തിൻ്റെ അധികാരി ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ നിർദ്ദേശങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ആത്മാവ് പുതിയതും പ്യോറും ആകും. പിന്നെ ശരീരവും പുതിയത് ലഭിക്കും. ആത്മാവും ശരീരവും രണ്ടും സദോ പ്രധാനമാകുന്നു. നിങ്ങൾക്ക് രാജ്യം ലഭിക്കുന്നത് തന്നെ സുഖത്തിനു വേണ്ടിയാണ്. ഈ ഡ്രാമയും അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. പുതിയ ലോകത്തിൽ സുഖവും ശാന്തിയുമുണ്ട്. അവിടെ കൊടുങ്കാറ്റോ മറ്റോ ഉണ്ടായിരിക്കില്ല. പരിധിയില്ലാത്ത ശാന്തിയിൽ എല്ലാം ശാന്തമാകുന്നു. ഇവിടെ അശാന്തിയാണ്, അപ്പോൾ എല്ലാം അശാന്തമാണ്. സത്യയുഗത്തിൽ എല്ലാം ശാന്തമായിരിക്കും. വണ്ടർഫുൾ കാര്യങ്ങളാണല്ലോ. ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ കളിയാണ്. ഇത് പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. അവർ പരിധിയുള്ള ബാരിസ്ട്രിയും എഞ്ചിനീയറിംഗ് മറ്റും പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ പരിധിയില്ലാത്ത നോളജുണ്ട്. ഒരേ ഒരു തവണ ബാബ വന്ന് പരിധിയില്ലാത്ത ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. മുൻപ് ഈ പേര് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പരിധിയില്ലാത്ത ഡ്രാമ എങ്ങനെയാണ് ചലിക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. സത്യയുഗം ത്രേത തീർച്ചയായും അത് പാസ്റ്റായി. അതിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. ത്രേതായിൽ രാമരാജ്യമുണ്ടായിരുന്നു. പിന്നീട് മറ്റു ധർമ്മങ്ങൾ വന്നു. ഇസ്ലാമി, ബൗദ്ധി, ക്രിസ്ത്യൻസ്. ഈ എല്ലാ ധർമ്മങ്ങളെക്കുറിച്ചും പൂർണ്ണമായും അറിയാം. ഇതെല്ലാം 2500 വർഷത്തിന് ശേഷമാണ് വന്നത്. അതിൽ 1250 വർഷം കലിയുഗമാണ്. എല്ലാ കണക്കും ഉണ്ടല്ലോ. സൃഷ്ടിയുടെ ആയുസ് തന്നെ 2000 വർഷമാണ് എന്നല്ല. അല്ല, ശരി. പിന്നെ മറ്റാരാണുണ്ടായിരുന്നത്? ചിന്തിക്കുന്നു. ഇവർക്ക് മുമ്പേ തീർച്ചയായും ദേവീ ദേവതമാരാണ്. അവരും മനുഷ്യർ തന്നെയായിരുന്നു. എന്നാൽ ദൈവിക ഗുണങ്ങൾ ഉള്ളവരായിരുന്നു. സൂര്യവംശി, ചന്ദ്രവംശി 2500 വർഷത്തിൽ. ബാക്കി പകുതിയിലാണ് അവയെല്ലാം ഉണ്ടായിരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ആർക്കും കണക്കെടുക്കുവാൻ സാധിക്കില്ല. ഫുൾ, മുക്കാൽ, പകുതി, കാൽ, 4 കണക്കുണ്ടല്ലോ. നിയമമനുസരിച്ചായിരിക്കുമല്ലോ വിഭജിക്കുക. പകുതിയിൽ ഇതാണ്. സത്യയുഗത്തിൽ സൂര്യവംശി രാജ്യം എന്ന് പറയുകയും ചെയ്യുന്നു. ത്രേതായിൽ ചന്ദ്രവംശി രാമരാജ്യം. ഇത് നിങ്ങൾ തെളിയിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായും ഏറ്റവും വലിയ ആയുസ് ആദ്യം സത്യയുഗത്തിൽ വരുന്നവരുടേതായിരിക്കും. കൽപ്പം തന്നെ 5000 വർഷത്തിൻ്റെതാണ്. അവർ 84 ലക്ഷം ജന്തുവിഭാഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ കൽപ്പത്തിൻ്റെ ആയുസ്സും ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. ആരും അംഗീകരിക്കുകയുമില്ല. ഇത്രയും വലിയ ലോകം ഉണ്ടാവുകയും സാധ്യമല്ല. ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അതെല്ലാം അജ്ഞാനമാണ്. ഇതാണ് ജ്ഞാനം. ജ്ഞാനം എവിടെ നിന്നും വന്നു? ഇതും ആർക്കും അറിയില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് മുഖത്തിലൂടെ ജ്ഞാനം നൽകുന്നു. ഗൗമുഖം എന്ന് പറയുന്നു. ഈ ഗൗ മാതാവിലൂടെ നിങ്ങൾ ഏവരെയും അഡോപ്റ്റ് ചെയ്യുന്നു. ഈ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഒരു ദിവസം മനസ്സിലാക്കിച്ച ശേഷം വിട്ടുകളയുകയാണെങ്കിൽ ബുദ്ധി പിന്നെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടും. സ്കൂളിൽ ഒരു ദിവസമാണോ പഠിക്കുന്നത്, അതോ റെഗുലറായി പഠിക്കേണ്ടതുണ്ടോ? നോളജ് ഒരു ദിവസത്തിൽ മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. പരിധിയില്ലാത്ത ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പരിധിയില്ലാത്ത പഠനമായിരിക്കും. പരിധിയില്ലാത്ത രാജ്യം നൽകുന്നു. ഭാരതത്തിൽ പരിധിയില്ലാത്ത രാജ്യമുണ്ടായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ പരിധിയില്ലാത്ത രാജ്യം ഭരിച്ചിരുന്നു. ഇവർ രാജ്യം എങ്ങനെ നേടി എന്ന് ചോദിക്കാൻ തക്കവണ്ണം ആർക്കും ഈ കാര്യങ്ങൾ സ്വപ്നത്തിൽ പോലുമില്ല. അവരിൽ പ്യൂരിറ്റി കൂടുതൽ ഉണ്ടായിരുന്നു. യോഗിയാണല്ലോ, അതിനാൽ ആയുസ്സും വലുതായിരിക്കും.
നമ്മളും യോഗിയായിരുന്നു. പിന്നെ 84 ജന്മങ്ങളെടുത്ത് ഭോഗിയും തീർച്ചയായും ആകേണ്ടതുണ്ട്. മനുഷ്യർ അറിയുന്നില്ല, ഇവരും തീർച്ചയായും പുനർജന്മത്തിൽ വന്നിട്ടുണ്ടാകും. ഇവരെ ഭഗവാൻ ഭഗവതി എന്ന് പറയില്ല. 84 ജന്മങ്ങൾ എടുത്ത ആരും ഇവർക്ക് മുമ്പേ ഉണ്ടായിരുന്നില്ല. ആദ്യമാദ്യം ആരാണോ സത്യയുഗത്തിൽ രാജ്യം ഭരിക്കുന്നത് അവർ തന്നെയാണ് 84 ജന്മം എടുക്കുന്നത്. പിന്നെ നമ്പർ അനുസരിച്ച് താഴെ വരുന്നു. നമ്മൾ ആത്മാക്കൾ തന്നെ ദേവതയാകും. പിന്നെ നമ്മൾ തന്നെ ക്ഷത്രിയൻ. ഡിഗ്രി കുറയും. പൂജ്യൻ തന്നെ പൂജാരി എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. സതോ പ്രധാനത്തിൽ നിന്നും പിന്നെ തമോ പ്രധാനമാകുന്നു. ഇങ്ങനെ പുനർജന്മം എടുത്തെടുത്ത് താഴേക്ക് പോകും. ഇത് എത്ര സഹജമാണ്. പക്ഷേ മായ ഇങ്ങനെയാണ്. അത് എല്ലാ കാര്യങ്ങളും മറപ്പിക്കുന്നു. ഈ എല്ലാ പോയിന്റ്സും ശേഖരിച്ച് പുസ്തകവും മറ്റും ഉണ്ടാക്കണം. എന്നാൽ അതൊന്നും അവശേഷിക്കുകയില്ല. ഇത് ടെമ്പററിയാണ്. ബാബ ഗീതയല്ല കേൾപ്പിച്ചിരുന്നത്. ബാബ എങ്ങനെയാണോ ഇപ്പോൾ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയാണ് മനസ്സിലാക്കിച്ചിരുന്നത്. ഈ വേദശാസ്ത്രങ്ങളും മറ്റുമെല്ലാം പിന്നീടാണ് ഉണ്ടാകുന്നത്. ഇത്രയെല്ലാം ഹോൾ ലോട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിനാശമാകും. ഇവയെല്ലാം കത്തിപ്പോകും. സത്യത്രേതായുഗങ്ങളിൽ ഏതെങ്കിലും പുസ്തകം ഉണ്ടായിരിക്കില്ല. പിന്നെ ഭക്തിമാർഗത്തിൽ ഉണ്ടാകുന്നു. എത്ര വസ്തുക്കൾ ഉണ്ടാകുന്നു. രാവണനെയും ഉണ്ടാക്കുന്നു. എന്നാൽ അറിവില്ലായ്മയോടെ ഒന്നും പറയുവാൻ സാധിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് ഓരോ വർഷവും ഉണ്ടാക്കുകയും കത്തിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഇത് വലിയ ശത്രുവാണ്. എന്നാൽ എങ്ങനെയാണ് ശത്രുവായിരിക്കുന്നത് ഇതാരും അറിയുന്നില്ല. അവർ വിചാരിക്കുന്നു സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി, ഒരുപക്ഷെ അതിനാലായിരിക്കും ശത്രു എന്ന്. രാമൻ്റെ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയെങ്കിൽ വലിയ കൊള്ളക്കാരനായിരിക്കുമല്ലോ. എപ്പോഴെങ്കിലും മോഷ്ടിച്ചുവോ? ത്രേതായിൽ എന്ന് പറയുമോ അതോ ത്രേതായുടെ അന്തിമത്തിലെന്നോ? ഈ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. എപ്പോഴെങ്കിലും മോഷണം ഉണ്ടാകേണ്ടതാണല്ലോ. ഏത് രാമൻ്റെ സീതയാണ് മോഷ്ടിക്കപ്പെട്ടത്? രാമൻ്റെയും സീതയുടെയും രാജധാനി നടന്നുവോ? ഒരേ ഒരു രാമൻ്റെയും സീതയുടെയും ആണ് നടന്നത് എന്നാണോ? ഇത് ഒരു കഥ പോലെ ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. ഏത് സീത എന്നത് ചിന്തിക്കപ്പെടുന്നു. രാമനും സീതയും 12 നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ ഏതൊരു സീതയെയാണ് മോഷ്ടിച്ചത്? തീർച്ചയായും അവസാനത്തേതായിരിക്കും. രാമൻ്റെ സീത മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇപ്പോൾ രാമൻ്റെ രാജ്യത്തിൽ മുഴുവൻ സമയവും ഒരാളുടെ മാത്രം രാജ്യമായിരിക്കില്ല ഉണ്ടായിരിക്കുക. തീർച്ചയായും ഡിനാസ്റ്റി ഉണ്ടാകും. അപ്പോൾ ഏത് നമ്പറിലെ സീതയെയാണ് മോഷ്ടിച്ചത്? ഇതെല്ലാം വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം ശീതളതയോടെ ആർക്കും ഈ എല്ലാ രഹസ്യവും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭക്തിമാർഗത്തിൽ മനുഷ്യർ എത്ര ഉന്തും തള്ളും കൊണ്ടുകൊണ്ട് ദുഃഖിതരായിരിക്കുന്നു. എപ്പോഴാണോ അതിദുഃഖിതരാകുന്നത് അപ്പോൾ നിലവിളിക്കുന്നു, ബാബ ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ. രാവണൻ ഏതെങ്കിലും വസ്തു അല്ലല്ലോ. അഥവാ ആയിരുന്നുവെങ്കിൽ തൻ്റെ രാജാവിനെ പിന്നെ ഓരോ വർഷവും കൊല്ലുന്നതെന്തിന്? രാവണന് തീർച്ചയായും സ്ത്രീ അഥവാ പത്നിയും ഉണ്ടായിരിക്കും. മണ്ഡോദരിയെ കാണിക്കുന്നു. മണ്ഡോദരിയുടെ കോലം ഉണ്ടാക്കി കത്തിക്കണം. ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് അസത്യ മായയും അസത്യ ശരീരവുമാണ്. ഇപ്പോൾ നിങ്ങൾ അസത്യ മനുഷ്യനിൽ നിന്നും സത്യമായ ദേവതയാകുവാനായി ഇരിക്കുകയാണ്. വ്യത്യാസം ഉണ്ടായല്ലോ. അവിടെയാണെങ്കിൽ സദാ സത്യം പറയും. അത് സത്യഖണ്ഡമാണ്.
ഇത് അസത്യഖണ്ഡമാണ്. അപ്പോൾ അസത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം. ജ്ഞാനസാഗരമായ ബാബ ദിവസവും ഏതൊരു പരിധിയില്ലാത്ത പഠനമാണോ പഠിപ്പിക്കുന്നത്, അതിൻ്റെ മേൽ വിചാരസാഗര മഥനം ചെയ്യണം. എന്ത് പഠിച്ചുവോ അത് മറ്റുള്ളവരെയും തീർച്ചയായും പഠിപ്പിക്കണം. ഈ പരിധിയില്ലാത്ത ഡ്രാമ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ വണ്ടർഫുൾ ഡ്രാമയാണ്. ഈ രഹസ്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിച്ചു കൊടുക്കണം. വരദാനം. പവിത്രതയുടെ ശ്രേഷ്ഠ ധാരണയിലൂടെ ഏകധർമ്മത്തിൻ്റെ സംസ്കാരമുള്ള സമർത്ഥ സാമ്രാട്ടായി ഭവിക്കട്ടെ. താങ്കളുടെ സ്വരാജ്യത്തിൻ്റെ ധർമ്മം, അതായത് ധാരണയാണ് പവിത്രത. ഏകധർമ്മം എന്നാൽ ഏകധാരണ. സ്വപ്നത്തിലും സങ്കല്പത്തിൽ പോലും അപവിത്രത, അതായത് രണ്ടാമതൊരു ധർമ്മം ഉണ്ടാകരുത്. കാരണം എവിടെ പവിത്രതയുണ്ടോ അവിടെ അപവിത്രതയുടെ, അതായത് വ്യർത്ഥത്തിൻ്റെയും വികല്പത്തിൻ്റെയും പേരോ അടയാളമോ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള സമ്പൂർണ്ണ പവിത്രതയുടെ സംസ്കാരം നിറയ്ക്കുന്നവർ തന്നെയാണ് സമർത്ഥ സാമ്രാട്ട്. ഇപ്പോഴുള്ള ശ്രേഷ്ഠ സംസ്കാരങ്ങളുടെ ആധാരത്തിലൂടെയാണ് ഭാവിയിലെ ലോകം തയ്യാറാകുന്നത്. ഇപ്പോഴുള്ള സംസ്കാരം ഭാവിയിലെ ലോകത്തിൻ്റെ ഫൗണ്ടേഷനാണ്. സ്ലോഗൻ. ആർക്ക് സത്യമായ പ്രീതി ഒരു പരമാത്മാവിനോടുള്ളത് അവർ തന്നെയാണ് വിജയീ രത്നം ആകുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സ്നേഹത്തിൻ്റെ സാഗരമായ ശിവബാബയുടെ സ്നേഹത്തിൻ്റെ അലകൾ എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നു. ബാബയുടെ ഈ പവിത്ര സ്നേഹത്തിൻ്റെ ആകർഷണം എന്നെ ഒരു സെക്കൻഡിൽ ബ്രഹ്മലോക നിവാസിയാക്കുന്നു. സർവത്ര ശാന്തത നിറഞ്ഞ, സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ദിവ്യലോകത്തിൽ ഞാൻ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. മധുരമായ ഡ്രാമയിലെ ഈ മധുരമായ അലൗകിക മിലനത്തിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുന്നു. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്ഥിരമാകുമ്പോൾ ഈശ്വരീയ പ്രാപ്തികളുടെ വിശേഷ അനുഭവം എനിക്കുണ്ടാകുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ നിറയുന്നു.
സന്തോഷത്തിൻ്റെ ഖജനാവ് എന്നിൽ നിറയുന്നു. സർവ ഗുണങ്ങളുടെയും സമ്പന്നത എന്നിൽ വന്നു ചേരുന്നു. പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ കിരണങ്ങൾ എന്നിൽ നവോന്മേഷവും നവോത്സാഹവും നിറയ്ക്കുന്നു. ഈശ്വരീയ പ്രാപ്തികളുടെ ഈ ദിവ്യ അനുഭവത്തിൽ ഞാൻ മഗ്നമാകുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ തപസ്വി രൂപം ധാരണ ചെയ്യുന്നു. ഈ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഈശ്വരീയ പ്രാപ്തികളുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു. ഈ തപസ്വി സ്വരൂപത്തിൻ്റെ ആത്മീയ ജ്വാല വിശ്വത്തിലെ ആത്മാക്കളെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാക്കുന്നു. അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെ ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഖജനാവുകൾ നിറയ്ക്കുന്നു.